നോക്കി നീലാകാശമേ വിളയാടുന്നേ താഴെ മണ്ണിൽ വന്നെത്തും വരെ. നമസ്കാരം. സ്വാശ്രയ മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രയെ പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള യാത്രയിലേക്കാണ് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൂങ്കോട്ടുംകാവ് വനത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. നന്നായണിഞ്ഞൊരുങ്ങുകയാൽ കാണാമതിൽ കനവോ പലായിരം താരാവൂ താരാവൂ. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരപരിധിയെ വ്യത്യസ്തമാക്കുന്നത് നാഗരികതയുടെ എല്ലാ സ്വഭാവവും പുലർത്തുന്നതോടൊപ്പം അത് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ പൂങ്ങോട്ട് വനവും ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ്. മട്ടന്നൂർ നഗരസഭയിലെ കോളാരി വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പൂങ്ങോട്ടുംകാവ് നഗരത്തിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയാണ്. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ പാലോട്ടുപള്ളിയിൽ നിന്നും പൂങ്ങോട്ട് വനത്തിലേക്കുള്ള റോഡിൽ പ്രവേശിക്കാം. മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ കണ്ട് ഒരു 15 മിനിറ്റ് നേരത്തെ വാഹനയാത്ര കൊണ്ട് നമുക്ക് കാവിനടുത്തെത്താം. കോളാരി ന്യൂ LP സ്കൂളിന് സമീപം ബൈക്ക് നിർത്തി റോഡിൽ നിന്നും ഒരു 500 മീറ്റർ ദൂരം വയലിലൂടെ നടന്ന് ഞങ്ങൾ പൂങ്ങോട്ടുംകാവിലെത്തി. യഥാർത്ഥ കാവുകൾ എന്താണെന്ന് അന്വർത്ഥമാക്കുകയാണ് പൂങ്ങോട്ടുംകാവ്. കാവുകൾ ആചാരാനുഷ്ഠാനങ്ങളുടെ മാത്രം ഭാഗമല്ല, മറിച്ച് വിവിധ സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടം. അനിയന്ത്രിതമായ ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും വർത്തമാന കാലഘട്ടത്തിൽ ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നതും ഇത്തരം അവശേഷിപ്പുകളാണ്. പ്രദേശത്ത് ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും അന്തരീക്ഷ താപനില കുറയ്ക്കുന്നതിനും സമീപ പ്രദേശങ്ങളിൽ ശുദ്ധവായുവിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഇത്തരം കാവുകൾ ഏറെ സഹായകമാണ്. 17 ഏക്കറോളം വിസ്തൃതിയിൽ സ്വാഭാവിക എയർ കണ്ടീഷനായി നിലകൊള്ളുന്ന പൂങ്ങോട്ടുംകാവ് ഇടതൂർന്ന മരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഒട്ടനവധി ഔഷധ സസ്യങ്ങളും വള്ളിപ്പടർപ്പുകളും തെളി നീരുറവകളും കൊണ്ട് സമൃദ്ധമായ ശുദ്ധജല ചതുപ്പാണ് പ്രകൃതിദത്തമായ ഈ കൊച്ചു വനപ്രദേശം. കുരങ്ങുകൾ, കാട്ടുപന്നികൾ, വിവിധ തരത്തിലുള്ള പക്ഷിവർഗങ്ങൾ, ഉരകങ്ങൾ, ഉഭയജീവികൾ, സസ്തനികൾ, ചിത്രശലഭങ്ങൾ എന്നിവയുടെയെല്ലാം ആവാസ കേന്ദ്രമാണിവിടം. വനംവകുപ്പ് സംരക്ഷണത്തിലുള്ള ഈ കാവിനുള്ളിൽ വനശാസ്താവായ അയ്യപ്പ പ്രതിഷ്ഠയും മണിക്കിണറുമുണ്ട്. കളിമണ്ണിൽ തീർത്ത പഴയ ശില്പങ്ങളുടെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. മിക്കവയും മൃഗങ്ങളുടെ ശില്പങ്ങളാണ് സംരക്ഷിക്കപ്പെടാതെ നശിച്ചുപോയത്. കെട്ടുപിണഞ്ഞു കിടക്കുന്ന വേരുകളുടെ പടർപ്പുകളാണ് ഇവിടുത്തെ മരങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. ഒരന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് മനസ്സിലായത് ഭൂമിക്ക് മുകളിൽ റാ പോലെ ഉയർന്നു നിൽക്കുന്ന ഇത്തരം വേരുകൾ കാവടി വേരുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നതാണ്. ഇത് വാതകങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് സഹായിക്കുന്നു. സാമൂഹ്യ വിരുദ്ധർ ഇത്തരം വേരുകൾ നശിപ്പിക്കുന്നത് ഇവയ്ക്ക് കനത്ത വെല്ലുവിളിയാവുന്നുണ്ട്. മിറിസ്റ്റിക്ക ചതുപ്പ് നിലങ്ങളിലാണ് സാധാരണ ഇത്തരം കാവടി വേരുകൾ കാണപ്പെടുന്നത്. ഉത്തര കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ചതുപ്പു നിലമാണിത്. ഇത്തരം ചതുപ്പു നിലങ്ങൾ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനമായും വംശനാശ ഭീഷണി നേരിടുന്ന ഗിംനോക്രാന്തര കനാറിക്ക, മിറിസ്റ്റിക്ക ഫെറ്റ്യൂറ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന മരങ്ങളാണ് ഇവിടെ വളരുന്നത്. നദികളുടെയും അരുവികളുടെയും ഒഴുക്കു നിലനിർത്തുന്നതിനും കാർബൺ ശേഖരണത്തിനും ഇത്തരം ചതുപ്പു നിലങ്ങൾ സവിശേഷ പങ്കാണ് വഹിക്കുന്നത്. ഇവ മണ്ണിന്റെ ജലാംശം നിലനിർത്തുന്നതിന് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇത്തരം ചതുപ്പു നിലങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തടുത്തു നിർത്താൻ ഒരു പരിധിവരെ സഹായിക്കുന്നവയാണ്. ഇവയുടെ കാർബൺ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കാർബൺ വികിരണങ്ങൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ നാം അറിയാതെ സഹായിക്കുന്നുണ്ട്. പ്രകൃതിയെ തന്നെ ദൈവമായി ആരാധിച്ചിരുന്ന പഴയകാല ജനതയുടെ മഹത്വമായ ചിന്താഗതിയുടെ ശേഷിപ്പുകളാണ് ഈ കാവുകളെന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഭൂമിയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ് മനുഷ്യർ. ശേഷിക്കുന്ന ഇത്തരം പ്രകൃതിയുടെ അനുഗ്രഹങ്ങളെങ്കിലും സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാവു തീണ്ടല്ലേ,
കാവുകൾ മുടിഞ്ഞാൽ കുലം മുടിയും. കാവുകൾ നന്നായാൽ ജലവും വിശ്വാസവും പ്രകൃതിയും നന്നാവും. കാവുകൾ തീണ്ടാതിരിക്കാം. സമസ്ത ജീവജാലങ്ങളുടെയും ആശ്രയമായി ഈ വനം പൂങ്ങോട്ടുകാവ് മാറട്ടെയെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വരും മാതമതിന്റെ മനസ്സിലെ താരും